ഹലോ, ഇന്ന് എൻ്റെ ഇന്നർ ചൈൽഡിന്റെ ഹാപ്പിയസ്റ്റ് ഡേ ആണ്. എൻ്റെ കസിൻസ് പഠിക്കുന്ന സ്കൂളിലെ ആനുവൽ ഡേ ആയിരുന്നു. ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇതിന്റെ തലേദിവസം ഞാൻ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എന്നോട് പറഞ്ഞ് നാളെ കുട്ടികളെ ഒരുക്കാൻ ഡാൻസ് ടീച്ചറിന് ഒരു ഹെൽപ്പിന് വരുമോന്ന്, മുടിയൊക്കെ കേട്ടാൽ ഹെൽപ്പ് ആവല്ലോ എന്ന്. ആൻഡ് ഐ വാസ് ലൈക്ക് റിയലി ഹാപ്പി ബിക്കോസ് ചെറുപ്പത്തിൽ പണ്ട് ഏതോ ഒരു കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഡാൻസ് ടീച്ചർ ഉണ്ട്, ഹെൽപ്പിന് ആൾക്കാരുണ്ട്, പേരൻസും ഉണ്ട്. അങ്ങനെ ഞാൻ എന്റെ പണി തുടങ്ങി. ഈ മുടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു വലിയ പാമ്പിന്റെ കഥയാണ് എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നേ. ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ അടക്കിയിരുത്തുന്നത് ഭയങ്കര പണിയുള്ള പരിപാടിയാട്ടോ. പക്ഷെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവരൊക്കെ ഫസ്റ്റ് ഡാൻസിനുള്ളവരാണ്. ഇപ്പൊ ആക്ച്വലി വലിയ ബഹളമൊന്നുമില്ല, എല്ലാം കുറച്ച് സമാധാനത്തോടെ പൊക്കോണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു. സ്കൂളിലെ ചോറ് കുറെ നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. ഞാനും ഡാൻസ് ടീച്ചറും അവിടെ ഉള്ളവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ആൻഡ് ദാറ്റ് റിമൈൻഡ് മീ ഓഫ് മൈ ഗുഡ് ഓൾഡ് ഡേയ്സ്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ സമയമായിരുന്നു. എല്ലാരും ക്യൂ ഒക്കെ നിന്ന് മേക്കപ്പ് ചെയ്യാൻ വരാൻ തുടങ്ങി. അപ്പോഴേക്കും എന്റെ കയ്യിൽ മേക്കപ്പ് ചെയ്യാൻ സ്പഞ്ചും ബ്രഷും ഒക്കെ കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഹൈലൈറ്ററും ബ്ലഷും ഒക്കെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. വേറെ ആൾക്ക് കൂടിപ്പോയാലും സങ്കടവും. പിന്നെ റീടച്ചിന് വരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാവർക്കും സാറ്റിസ്ഫൈ ആകുന്ന പോലെയാണ് ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എന്റെ 2 ഫ്രണ്ട്സ് ഞാൻ വിളിച്ചിട്ട് വന്നായിരുന്നേ. അവരും ഇതിന്റെ ഇടയ്ക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരാണ് ഈ ഷോർട്സ് ഒക്കെ എടുത്തു തരുന്നത്. ഇവരായിരുന്നു ഞാൻ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ ഫ്രണ്ട്സെ. ഇത് ബാക്ക് സ്റ്റേജിലെ കാഴ്ചയാണ്. കുട്ടികളെല്ലാരും അവരുടെ ഡാൻസിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു. ഫ്രണ്ട് സ്റ്റേജും നല്ല ഭംഗിയായിരുന്നു. ഡ്രസ്സും അവരുടെ മേക്കപ്പും ആ ലൈറ്റും അവരുടെ ഡാൻസും. ആൻഡ് ദാറ്റ് മെയ്ഡ് മീ തിങ്ക് ഓഫ് മൈ ആനുവൽ ഡേ പെർഫോമൻസസ്. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഞങ്ങളുടെ ഡാൻസിന്റെയും പാട്ടിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ആൻഡ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം എത്ര പ്രായമായാലും പണ്ടത്തെ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴും ഞങ്ങള്. ഇതെന്റെ കസിൻസിന്റെ പെർഫോമൻസിന്റെ ആണ്. ജോഹാന്റെയും ജോയലിന്റെയും എല്ലാം ഡാൻസ് ഉണ്ടായിരുന്നു. 4th പിള്ളേരാണ് ഇതെല്ലാം. ഇവരുടെയൊക്കെ ഡാപ്പോസ്റ്റർ സ്പിന്നിങ് ഉൾപ്പെടെ ഡാൻസിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് പോയിരുന്ന കുറച്ചു നേരം പിള്ളേരുടെ ഡാൻസ് ഒക്കെ കണ്ടു. പിന്നെ ഇതായിരുന്നു കേട്ടോ ഡാപ്പോസ്റ്റർ കറക്കുന്ന പെർഫോമൻസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആയിരുന്നു ഇത്. എല്ലാവരും ഡാപ്പോസ്റ്റർ ഒക്കെ എടുത്ത് ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്തത്. അവസാനത്തെ പെർഫോമൻസസ് ഒക്കെ ആയപ്പോൾ ആളൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് രണ്ടുപേരും ലാസ്റ്റ് വരെ ഇരുന്നു. ഈ കാണുന്നത് ദ വെരി ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നേ. 4th നിന്ന് പോകുന്ന കുട്ടികളും അവരുടെ ക്ലാസ് ടീച്ചറും കൂടെ ഉള്ള ഒരു ക്യൂട്ട് ലിറ്റിൽ വൺ. ദിസ് വാസ് നോട്ട് ജസ്റ്റ് എ ഡാൻസ്, ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു അത്. ആൻഡ് ആ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് വാസ് വിസിബിൾ ഇൻ ദാറ്റ്. ആൻഡ് ദിസ് പെർഫോമൻസ് മെയ്ഡ് എവരിവൺ തിങ്ക് അബൌട്ട് ദെയർ ടീച്ചേഴ്സ്. ആൻഡ് അന്നത്തെ ദിവസം അത്ര ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.